അപ്പോൾ ഈ മലപ്പുറത്തെ ഫുട്ബോൾ ഫാൻസിന്റെ പ്രതീക്ഷ അത് മെസ്സി തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഇപ്പോൾ ഈ നിതിനൊക്കെ പറഞ്ഞ പോലെ ഈ ബ്രസീലിന്റെയും പിന്നെ പോർച്ചുഗലിന്റെയൊക്കെ ഫാൻസ് ഒക്കെ ഇനിയൊരു അവിയൽ മുന്നണി ഉണ്ടാക്കുകയാണല്ലോ, അതാണല്ലോ അതിലെ പ്രശ്നം. അതാണ് ഇതിനോട് സാമ്പാർ മുന്നണി രൂപീകരിക്കപ്പെടുന്നു എന്നാണ് അർജന്റീന ഫാൻസ് പറയുന്നത്. സലാമക്ക പറയുന്ന ഇടയിൽ നമുക്ക് നിർത്തേണ്ടി വന്നത്. സലാമക്ക നമ്മൾ പറഞ്ഞു ഏതായാലും ഞാൻ ആദ്യം തുടങ്ങാം അല്ലേ. ശരിക്ക് അല്ല, അർജന്റീനക്ക് നിലവിൽ പിന്നെ സെമി വരെ ഒരു ശക്തരായ എതിരാളികൾ ആരും ഇല്ല. ഇപ്പോഴത്തെ പിന്നെ ടീമിൻ്റെ ഫിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ശനി വരെ അല്ല മറ്റേ സെമി വരെ ഇല്ലാതായി. പക്ഷേ കഴിഞ്ഞ കളികളിലൊക്കെ അർജന്റീനിയൻ പോസ്റ്റിൽ ഗോളുകൾ വീണിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് കളിച്ച പിന്നെ കേപ്പ് വെർദെ അടക്കം 2 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ അവരുടെ ഒരു ഡിഫൻസിൻ്റെ ഒരു മിസ്സിംഗ് ആണ് ശരിക്കും കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ ഇതിനു മുമ്പത്തെ കേപ്പ് വെർദേൻ്റെ കളികളിലൊക്കെ അവർ ഡിഫൻസീവ് ഗെയിമാണ് കളിച്ചിരുന്നത്. ഇത് ഇവരുടെ ദൗർബല്യം കണക്കിലെടുത്തിട്ടാണ് അവർ ആ 2 ഗോൾ സ്കോർ ചെയ്തത്. അതോടുകൂടി അർജന്റീനൻ പിന്നെ ആരാധകർ എനിക്ക് തോന്നുന്ന ഈ അടുത്ത കാലത്തൊന്നും അർജന്റീനൻ്റെ കോച്ചിന് തല കുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ കേബർദേനായിട്ടുള്ള കളിയിൽ തല കുനിച്ചല്ലാതെ നിൽക്കേണ്ട ആവശ്യം പിന്നെ ഒന്നും ശരിക്കും അവർക്ക്. അതുപോലെ ഇന്നത്തെ കളി ശരിക്ക് അർജന്റീന ഈസി ആയിട്ട് ജയിക്കേണ്ടതാണ്. പക്ഷേ ഒരു പിന്നെ ആഫ്രിക്കൻ ടീം എന്നുള്ള നിലയ്ക്ക് ശരിക്ക് നമ്മുടെ സ്ഥലമടക്കം അടങ്ങുന്ന അവരുടെ മുൻനിര ഫോമിലെത്തുകയാണെന്നുണ്ടെങ്കിൽ അർജന്റീന കേബർദേനെ കളിച്ചിനെക്കാട്ടും കൂടുതൽ ഒന്നുകൂടെ വിഷമിക്കേണ്ടി വരുന്നുള്ള കാര്യത്തിൽ അല്ല, യാതൊരു ടെൻഷനും ഇല്ല. കാരണം ഇപ്പോൾ നമ്മളെ സുഹൃത്ത് ഷമീർക്ക പറഞ്ഞ പോലെ ആഫ്രിക്കൻ ടീമിനായിട്ടും ഈജിപ്തിനായിട്ടും ഓൾറെഡി ഒരു കളി കളിച്ചതാണ്. ഒരു ഫ്രണ്ട്ലി മാച്ച് പിന്നെ ഒരു കളി കളിച്ചതാണ്. 2-0 ഈജിപ്തിനെ തോൽപ്പിച്ചാണ്. നമ്മളെ റിക്വൽമി അതുപോലെ അഗ്യൂറൊക്കെ ഉള്ള സമയത്ത് ഓൾറെഡി കളിച്ചാണ്. പിന്നെ കാപ്പ് വെർദനായിട്ട് കളിച്ച സമയത്ത് തന്നെ ഓൾറെഡി കോച്ചിനെ അറിയാമായിരുന്നു കുറച്ച് ടൈറ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും. കാരണം അവരെ അതെ ഡിഫൻസീവ് ഗെയിമാണ്. അവർ കളിച്ച കളിയൊക്കെ എടുത്തു നോക്കുക. ഫസ്റ്റ് റൗണ്ടിൽ കളിച്ച കളിയൊക്കെ എടുത്തു നോക്കുക. സ്പെയിനായിട്ടും അവർ ഫസ്റ്റ് കളിച്ചു. സ്പെയിനിൻ്റെ മെയിൻ പ്ലേയേഴ്സിനൊക്കെ അവർ ബെഞ്ചിൽ ഇരുത്തിയിട്ടാണ് ഒരു സെക്കൻഡ് ടീമിനെയാണ് സ്പെയിന് ഫസ്റ്റ് ലെവൽ കളിപ്പിച്ചത്. പക്ഷെ ഒരു 70 മിനിറ്റ് വരെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു 70 മിനിറ്റിന് ശേഷം എമാലിനെ ഇറക്കി. പക്ഷെ എന്നിട്ട് അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഉറോഗനായിട്ടും കളിച്ചു. ഉറോഗ സ്കോർ ചെയ്തു. അത് വീണ്ടും മടക്കി, വീണ്ടും ഉറോഗ സ്കോർ ചെയ്തു, വീണ്ടും മടക്കി 2-2. സൗദി അറേബ്യനായിട്ടും അവർ കളിച്ച ഫസ്റ്റ് റൗണ്ടിൽ 3 കളിയും അവർ ഡ്രോ ആണ്. പിന്നെ വരുന്നത് അർജന്റീനയായിട്ടായിരുന്നു. അപ്പോൾ പിന്നെ കപ്പവർദ്ധനായിട്ടുള്ള ആ പ്രസ്സിങ്ങും പുഷിങ്ങും ഒന്നും ഈജിപ്തിൻ്റെ ഒരു മെയിൻ പ്ലെയർ മുഹമ്മദ് സല, എല്ലാവർക്കും അറിയാം. സല കളിക്കുന്ന ലിവർപൂളിൻ്റെ മെയിൻ പ്ലെയറാണ്. യൂറോപ്പിൽ കളിക്കുന്ന, പ്രീമിയർ ലീഗിൽ കളിക്കുന്ന സല. പക്ഷെ നമുക്ക് അത്ര ഒരു ടെൻഷൻ, ആഫ്രിക്കൻ ടീമാണ്. പക്ഷെ അത്ര ഒരു ടാസ്ക് നമുക്ക് വരില്ല. പിന്നെ ലൈനപ്പിലൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരും. അത് ഈ ആഫ്രിക്കൻ ടീമിൽ പറഞ്ഞാൽ നൈജീരിയ, കാമറൂൺ ഇതൊക്കെയാണ് മെയിൻ ടീമുകൾ. അവരൊക്കെ തോൽപ്പിച്ച് പിന്തള്ളിയിട്ട് മുന്നിലേക്ക് വന്ന ടീമുകളാണ് ഇപ്പോൾ കളിക്കുന്ന ആഫ്രിക്കൻ ടീമുകൾ. അപ്പോൾ അവർ എന്തുകൊണ്ടും മികച്ച ടീമുകൾ തന്നെയാണ്. അതുപോലെ ഈ മറ്റേ റേഞ്ചിൽ അവർ പിന്നെ പിന്നോട്ടാണെങ്കിലും അവർ തോൽപ്പിച്ച് വന്നല്ലേ. ഇപ്പോൾ ഫ്രാൻസ് പിന്നെ യൂറോപ്പിലാണെച്ചെങ്കിൽ നോർവേ വന്നത് 92 നോർവേ വന്നത്. അപ്പോൾ അതൊക്കെ വ്യത്യസ്ത അവരെ മികവ് കൊണ്ട് വന്നാണ്. ഇപ്പം കാമറൂണുണ്ടോ, നൈജീരിയ ഉണ്ടോ, ആഫ്രിക്കൻ ടീമിലെ മെയിൻ ടീമുകളാണ്. ഇന്നത്തെ കളികളിൽ ഞാൻ അർജന്റീന ജയിക്കണം. ഒരു 3-1 ലെവലെങ്കിലും അർജന്റീന ജയിക്കും. ഞാൻ ബ്രസീലല്ല, ഹോളണ്ടാണ്. ആദ്യം പോയി. ഇനി നമുക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. ഇന്നത്തെ കളി കളിച്ച് തീർക്കട്ടെ, എന്നിട്ട് നോക്കാം. കൂടുതലൊന്നും പറയാനില്ല. നോക്കാം. എന്താണെങ്കിലും പ്രഗത്ഭരൊക്കെ തന്നെ ഇപ്പോൾ കളത്തിന് പോയി. റൊണാൾഡോ പോയി, അതേപോലെ നെയ്മർ പോയി. ഇനിയിപ്പോൾ ഈ നിലവിൽ നമ്മളെ സംബന്ധിച്ചോളം പിന്നെ നമ്മുടെ എംബാപ്പെ, മെസ്സി അതുപോലെയുള്ള ആളുകൾ മാത്രമേ ഇപ്പോൾ നിലവിൽ ബാക്കിയുള്ളൂ. പക്ഷേ കളികൾ കടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഒരുപാട് നല്ല ടീമുകളുടെ നല്ല കളികൾ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നോർവേ ഒക്കെ ബ്രസീലിനെ അടിക്കുന്ന കളി കാണുമ്പോൾ നമ്മൾ ശരിക്ക് പ്രതീക്ഷിക്കാതെ അത്രയും നല്ല അത്രയും നല്ലൊരു മാച്ചായിരുന്നു ശരിക്ക് നോർവേ ആ കളി കളിച്ചത് ശരിക്ക്. അതേപോലെ തന്നെ ഇന്ന് 2ാമത്തെ മാച്ച് നടക്കുന്ന കൊളംബിയ നല്ല ടീം. ഇതുവരെ കളിച്ച കളികളൊക്കെ കൊളംബിയ അസാധ്യ പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ കളി നന്നായിട്ട് വരും തന്നെയാണ്. അർജന്റീന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർജന്റീനയെ സംബന്ധിച്ചോളം സെമി വരെ അവർ ഈസി ആയിട്ട് പോകുമെന്നുള്ളതാണ്. പക്ഷേ അപ്പുറത്തേക്ക് കാണാനാണ് സെമി മുതലേ അവർക്ക് ടൈറ്റ് ആവും. നമുക്ക് കാഴ്ചകളാണ്. ഇവിടെ കളി കാണാനുള്ള ഒരുക്കങ്ങളൊക്കെ അങ്ങനെ വലിയ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 2 കടകൾക്കിടയിലുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ രാത്രി കടകളെല്ലാം അടച്ചു കഴിഞ്ഞാൽ ഈ ഗലി പിന്നെ ഫുട്ബോൾ ഗലിയാണ്. ഇത് ഫുട്ബോൾ ഗലി എന്നാണ് മലപ്പുറം ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ കളി കാണാനുള്ള ഒരുക്കങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ അർജന്റീനയുടെ മലപ്പുറത്ത് അറിയപ്പെടുന്ന ഫാനായിട്ടുള്ള സാലിക്കാണ് ഇതിൻ്റെ എല്ലാം മുന്നിൽ. ഇതാണ് നമ്മളെ ഫുട്ബോൾ കളി അല്ലേ? ഇതാണ് നമ്മളെ കളി. കഴിഞ്ഞ പ്രാവശ്യം ഒരു 3-4 വേൾഡ് കപ്പ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും സപ്പോർട്ടാണ് ഈ കാര്യത്തിൽ. എല്ലാ ഫാൻസും അർജന്റീന ആയാലും ബ്രസീലായി കഴിഞ്ഞാലും. ഇനിയിപ്പോൾ ഇന്ന് അർജന്റീന പുറം പോയി, ഇന്നലെ ബ്രസീൽ പുറം പോയി, പിന്നെ പോർച്ചുഗൽ പുറം പോയി. എന്നാലും ഞങ്ങൾ ഈ കളി ഇവിടെ നിരന്തരമായിട്ട് രാത്രി 1 മണിക്കൂർ 1.5 മണിക്കൂർ. ഇതിനൊരു ഗുണകരല്ലേ? കടയെല്ലാം അടച്ച് ഇവിടെ അതെ, ഒരു 9:30. അത് യൂറോപ്യൻ കൺട്രിയിലാണ് നമുക്ക് കുറച്ചുകൂടി കളി കാണാനും ആ ടൈമും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കംഫർട്ടാവും. ഇത് 12:30 മണി, 2:30 മണി, 3:30 മണി, 5:30 മണിക്ക് കളി നടക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കളി കാണാൻ നമ്മൾ കാണും. ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുകയും ചെയ്യും. അതാണ് എൽദോ നമ്മുടെ മലപ്പുറത്തിന്റെ ഫുട്ബോളിന്റെ ആവേശം. നമ്മളൊക്കെ പറയുന്നതിനപ്പുറത്തെ ലെവലാണ് ഇവിടെ നമുക്ക് അർജന്റീനയുടെ കളിയൊക്കെ കാണുമ്പോൾ, അതിന്റെ ഒരുക്കങ്ങൾ കാണുമ്പോൾ പങ്കുവെക്കാനുള്ളത്. എൽദോ റൈറ്റ്. എന്നാലും ആ ചേട്ടൻ പറഞ്ഞത് നെയ്മർ പോയി, റൊണാൾഡോ പോയി, മെസ്സി പോയി എന്നൊക്കെ പറയുന്നു. ഇന്നങ്ങനെ മെസ്സി പോയില്ലേ? പിന്നെ ചേട്ടാ, അർജന്റീന ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ദിവസമായി മാറട്ടെ എന്ന് പ്രതീക്ഷ വെക്കുകയാണ്. താങ്ക് യു അനുമോദ് ഫോർ ജോയിനിങ്. അനുമോദാണ് മലപ്പുറത്ത് നിന്ന് ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.